ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ആപ്പിൾ ബനാന സ്മൂത്തിയുടെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ, ഒരു ചെറുപഴം, 10 ബദാം ഇത്രയാണ് എടുത്തിട്ടുള്ളത്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണിത്. മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുമൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ആപ്പിൾ. അതുപോലെ തന്നെ ബദാം, വൈറ്റമിൻ ഇ കൊണ്ട് സമ്പുഷ്ടമായ ബദാം സ്കിന്നിനും ബോഡിക്കുമൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെക്കണം. ആപ്പിൾ കട്ട് ചെയ്തിട്ട് അധികം നേരം വെക്കാൻ പാടില്ല, അപ്പോൾ തന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇനി അതുപോലെ ഒരു പഴവും അരിഞ്ഞത് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ 2-3 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ച ബദാമും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മധുരത്തിന് വേണ്ടി നമുക്ക് തേൻ ചേർക്കാം. പഞ്ചസാരയേക്കാളും തേൻ ചേർക്കുന്നതാണ് നല്ലത്. 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കറുവാപ്പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ആപ്പിളും സിന്നമൺ പൗഡറും നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിന്നമൺ പൗഡർ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബനാന ആപ്പിൾ സ്മൂത്തി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഫിഗ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഫിഗ് ചേർത്ത് ഇതിന് മുകളിൽ അലങ്കരിക്കാം. ഫിഗ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം. ഡേറ്റ്സ്, അണ്ടിപ്പരിപ്പ് എന്ത് വേണമെങ്കിലും വെച്ച് അലങ്കരിക്കാം. രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ആലിയാസ് ലിറ്റിൽ ജോയ്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.